നമസ്കാരം, എൻ്റെ പേര് സൂരജ്. ഞാനിന്ന് നിങ്ങൾക്ക് ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി ഒരുപാട് ഡിക്ഷണറികൾ ആൻഡ്രോയിഡ് മൊബൈലിൽ എന്നും കിട്ടാറുണ്ട്, അല്ലെങ്കിൽ അവൈലബിൾ ആണത്. പക്ഷേ എന്നാൽ നിങ്ങൾ പലരും പല ആൻഡ്രോയിഡ് ഡിക്ഷണറികളും ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയും യൂസ് ചെയ്യുന്നുണ്ടാവും. ഇന്നത്തെ കാലത്ത് നമുക്ക് ചില ഇംഗ്ലീഷ് വാക്കുകളുടെ അർത്ഥം പെട്ടെന്ന് മനസ്സിലായില്ലെന്ന് വരാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിലൂടെ അതിൻ്റെ അർത്ഥം കിട്ടുന്നതാണ്. പക്ഷേ ഞാൻ ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഇത് ഓഫ്ലൈനിലും വർക്ക് ചെയ്യുന്നുണ്ട്, കൂടാതെ വളരെ ഫാസ്റ്റുമാണ്. പിന്നെ ഇതിനതിൽ ചില പ്രത്യേക ഓപ്ഷനുകളുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ കാണിച്ചതുപോലെ നമ്മളുടെ മെനുവിൽ പോയിട്ട് നിങ്ങളുടെ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിനുള്ളിൽ ഈ സെർച്ച് ബട്ടണിനകത്തിൽ ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി എന്ന് ടൈപ്പ് ചെയ്യുക. ഓൾറെഡി ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി വരുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി എന്ന് തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തന്നെ ഇവിടെ ഈ മ എന്ന ഒരു ലോഗോയോട് കൂടിയ ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇപ്പോൾ എന്നിട്ട് ആ സോഫ്റ്റ്വെയർ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതാണ് ആ ആപ്ലിക്കേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചോണം, ഇതിൻ്റെ ഈ എംബ്ലം ശ്രദ്ധിച്ചോണം. ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ആയിരിക്കുന്നതുകൊണ്ടാണ് ഓപ്പൺ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റാൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ്. ഈ മഞ്ഞ നിറം ഡീഫോൾട്ടായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ബ്ലാക്കിലായിരിക്കും. അപ്പോൾ ഒന്നും ബ്ലാക്ക് സ്ക്രീനായിപ്പോയി ഒന്നും കണ്ട് ഞെട്ടരുത്. അതുപോലെ ഈ കാണുന്നത് അഡ്വർടൈസ്മെൻ്റ് ആണ്. കാരണം ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആയതുകൊണ്ടാണ് ഇത് അഡ്വർടൈസ്മെൻ്റ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് ക്ലോസ് ചെയ്യാൻ നമുക്ക് ഇവിടെ നിന്ന് ക്ലോസ് ചെയ്യാൻ നോക്കട്ടെ. അത് ക്ലോസ് ചെയ്ത് കളയാൻ നോക്കരുത്. അതുപോലെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊന്നുമില്ല. ഈ ആപ്ലിക്കേഷൻ ഇങ്ങനെ അതിൻ്റെ ഈ ഇടയ്ക്ക് അഡ്വർടൈസ്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ക്ലോസ് ചെയ്ത് കളയാന്നുള്ളത് മാത്രമാണ്, അല്ലാതെ ബാക്ക് ബട്ടൺ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൽ ഇവിടെ നിങ്ങൾക്ക് ഏത് വാക്ക് ഇപ്പം ചെക്ക് ചെയ്യണോ അത് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇൻ കേസ് നമുക്ക് ഹാപ്പി എന്ന വാക്കിൻ്റെ അർത്ഥം വേണമെന്നുണ്ടെങ്കിൽ ഹാപ്പി എന്ന വാക്കിൻ്റെ അർത്ഥം അവിടെ കിട്ടുന്നതായിരിക്കും. മലയാളത്തിൽ തന്നെ മലയാളം ഫോണ്ടിൽ ഏത് മൊബൈലിലാണെങ്കിലും മലയാളം ഫോണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഈ സോഫ്റ്റ്വെയർ വഴി നമുക്കത് വായിച്ചെടുക്കാവുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാക്ക് ബട്ടൺ അടിക്കാൻ പാടില്ല. അടുത്തൊരു വാക്ക് നമുക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ഒരു ക്ലോസിങ് പോലത്തെ ഒരു ബട്ടൺ ഉണ്ട്, അതിലാണ് എക്സിറ്റ് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ആവുകയാണ്. പിന്നെ ഇതിൽ ഞാൻ പ്രത്യേകത, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് മാത്രം ഈ ഒരു ഏതെല്ലാ സോഫ്റ്റ്വെയറിലും ഉള്ളതാണല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹാപ്പി എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തപ്പോൾ ഹാപ്പി എന്ന് മാത്രമല്ല, ഹാപ്പി ചേർത്തുള്ള മറ്റു വാക്കുകളും, അതായത് ഇത് ഇംഗ്ലീഷിൽ നിങ്ങൾക്കറിയാമല്ലോ, ഇംഗ്ലീഷിൽ ഒരുപാട് രണ്ട് കോമ്പിനേഷൻ വാക്കുകൾ ഒരുപാടുണ്ട്. പാസ്ഡ് അവേ, അല്ലെങ്കിൽ ഗോ ഹെഡ്, ഗോ ഡൗണ്. അപ്പം അങ്ങനെയുള്ള പല അതിൻ്റെ മീനിങ്ങുകൾ പലതായിരിക്കും. ഓൾദോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം നമുക്ക് പെട്ടെന്ന് ചിലപ്പം നമ്മൾ ഗസ് ചെയ്യുന്ന അർത്ഥമായിരിക്കില്ല ഇതിൻ്റെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ സോഫ്റ്റ്വെയർ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കാര്യം നമ്മളിപ്പോൾ ഹാപ്പി എന്ന് അടിച്ച് കഴിയുമ്പം ഹാപ്പി ചേർത്ത് വരാൻ സാധ്യതയുള്ള എല്ലാ വാക്കുകളും അതിനകത്തിൽ വന്നു. ഇപ്പോൾ നമ്മൾ ഗോ എന്നാണ് ടൈപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഗോ എന്നടിക്കുമ്പോൾ ഗോ എബൌട്ട്, ഗോ എബ്രോഡ്, ഗോ ആഫ്റ്റർ എന്ന് പറഞ്ഞ് കുറേ ഉണ്ട്. ഇത് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യാവുന്നതാണ്. താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഗോ ചേർത്തുള്ള ഒരുപാട് വാക്കുകൾ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സജഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ഈ സോഫ്റ്റ്വെയർ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് ഈ മഞ്ഞ നിറം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോയി സെറ്റിങ്ങിൽ പോയിട്ട് അതിൽ തീംസ്, ഞാൻ ഇവിടെ സെറ്റിങ്സ് ഉണ്ട്, സെറ്റിങ്സിൽ തീംസിൽ പോയി നമുക്ക് സൈസ് ചേഞ്ച് ചെയ്യാം. നമുക്ക് തീംസ് ഇപ്പോൾ ഞാൻ യെല്ലോ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ബ്ലൂ. ഇപ്പോൾ നമുക്ക് വൈറ്റ്, സേഫ്റ്റിക്ക് വേണ്ടി വൈറ്റ് വേണമെങ്കിൽ ഇടാം. പിന്നെ വേർഡ് സജഷൻസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബേസിക് മോഡിലിടാം, ഓഫ് ചെയ്തിടാം. നിങ്ങൾക്ക് പല വാക്കുകൾ വേണ്ടാന്നുണ്ടെങ്കിൽ ബേസിക് മോഡിലിടാവുന്നതാണ്. ഫോണ്ട് കളേഴ്സ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ സ്ക്രോൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഓപ്ഷൻസ് എല്ലാം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിത് വേർഡ് സജഷൻസ് ഓണാക്കി തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ആ ഗോ ഓഫ് എന്നൊക്കെയുള്ള വാക്കുകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ വൈറ്റ് ഇട്ടതിന് ശേഷം നമുക്കത് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇപ്പം എൻ്റെ സ്ക്രീന് വൈറ്റ് ആയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഞാനിപ്പം നമ്മൾ വീണ്ടും ഹാപ്പി എന്നിട്ട് കഴിഞ്ഞാൽ അത് കണ്ട. ഇതുപോലെ നിങ്ങൾക്ക് ഓരോ വാക്കുകൾ കണ്ടുപിടിച്ച് അർത്ഥം അതിനകത്തിലെടുത്ത് ഇംഗ്ലീഷ് വാക്കുകളുടെ മീനിങ് മലയാളത്തിലെടുക്കാവുന്നതാണ്. ഇതാണ് ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. നിങ്ങൾക്ക് അതുപോലെ പ്രൊനൗൺസിയേഷൻ ഇതുവഴി പ്രൊനൗൺസിയേഷൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനത്
റെക്കോർഡിംഗ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രൊണൗൺസിയേഷൻ ഞാൻ വർക്ക് ചെയ്ത് കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ സോഫ്റ്റ്വെയർ ഡൗൺലോഡിന് ചെയ്തതിന് ശേഷം ഓഫ്ലൈൻ മോഡിൽ നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. വൈഫൈയോ 3G നെറ്റ്വർക്കിൻ്റെ ഇല്ലാതെ തന്നെ നിങ്ങൾക്കിത് വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് 3G മോഡിലിട്ട് നിങ്ങളിത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം സെയിലും പ്രൊണൗൺസിയേഷനിലും പ്രസ് ചെയ്ത് നിങ്ങൾ അതിൻ്റെ ഫങ്ഷൻസ് പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഇതിലൂടെ ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ലൈക്ക് അടിക്കുക. കൂടുതൽ വീഡിയോകൾ കിട്ടുന്നതായിരിക്കും. യൂട്യൂബിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സ്ഥിരം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിലൂടെ അവർക്കും ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. അടുത്തൊരു വീഡിയോയുമായി ഉടൻ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും. ദിസ് ഈസ് സൈനിങ് ഓഫ് സൂരജ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഫേസ്ബുക്കിൽ ലൈക്ക് അടിക്കാനും മറക്കണ്ട. സൂരജ്, ബൈ.